പ്രിയപ്പെട്ടവരെ നമസ്കാരം. മഴ പെയ്ത് തോർന്നു പോയി. അവിടെ ഞങ്ങൾ കുറെ നേരം ഇരുന്നു കേട്ടാ. മഴയും കണ്ടുകൊണ്ടിരുന്നു. മഴ കണ്ടിരിക്കാൻ രസമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരത്താടിക്ക് പോവാണ്. സരിത കുറച്ച് ക്ലീനിങ് പണികളുണ്ട്, നാറാള തട്ടലൊക്കെ. അത് കഴിഞ്ഞ് അടിത്തോടെ കുളിച്ചിട്ട് എനിക്ക് ക്ലാസ് എടുക്കണം. ക്ലാസ് എടുത്തിട്ട് കുറച്ച് ദിവസമായി, കഴിഞ്ഞ ആഴ്ച മൊത്തം ക്ലാസ് എടുത്തിട്ടില്ല. ജഗ്ഗു സ്കൂൾ വിട്ട് വന്നുട്ടാ. അപ്പൊ ജഗ്ഗുവിന് കൊടുക്കണമെന്നിട്ടെന്നറിയോ, ജഗ്ഗുവിന്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്. അതിലേക്ക് അതുണ്ടാക്കാനുള്ള മയോണൈസ് ഉണ്ടാക്കാൻ നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്, അറിയാലോ. മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും, ഒരു തരി ഉപ്പും പഞ്ചസാരയും, പിന്നെ ഈ സാധനം ഒഴിക്കാൻ പറഞ്ഞു, നമ്മുടെ വിനെഗർ. ഒലിവ് ഓയിലാട്ടോ ഉണ്ടാക്കുന്നത്. മയോണൈസ് റെഡി. അമേരിക്കയിലുള്ള മോളമ്മാൻറ്റി പറഞ്ഞു തന്നിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ. അതിങ്ങനെ ചിക്കൻ ഇങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ പൊടി പൊടിയാക്കും. ഇതുപോലെ കണ്ട ഇങ്ങനെയാക്കും. ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ മാംസമുള്ള പീസ് ഉണ്ടല്ലോ, ബോൺലെസ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തേക്കുക ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഓരോ ദിവസം ആവശ്യത്തിന് എടുക്കും. പിന്നെ പച്ചക്കറികളൊക്കെ എടുക്കാം. ഇപ്പം ഇവിടെ ഉള്ളത് സബോളയും ഈ ക്യാരറ്റും അതാണ് ഉള്ളത് കേട്ടാ. അപ്പം അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇടണം. ഇതിൽ ഉപ്പ് പിന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഇതിലേക്കുള്ള ഉപ്പ വേണ്ടോ. പിന്നെ ചെറുനാരങ്ങ നീര്, ഇതൊക്കെ കൂടി ഇട്ടിട്ടേ നമുക്ക് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി മിക്സ് ചെയ്യണം. മയോണൈസും ചേർക്കാതിലേക്ക്. പിന്നെ ഇനി വേണ്ടത് നമ്മുടെ മല്ലിയിലയാണ് കേട്ടാ. മല്ലിയില വേണ്ടേ? മിക്സ് ചെയ്യണം. മയോണൈസ് ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ബ്രെഡിന്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഇത് റെഡി. ഇതിൽ മല്ലിയില, പിന്നെ സെലറി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ചൂടുണ്ട്. ചേട്ടനാണോ? അതിനും നല്ല ടേസ്റ്റുള്ള സാധനം ഇടത്. അവിടെ ചൈല് പ്ലേറ്റ് വെച്ചു. മല്ലിയിലയും കൂടി ഇടാമായിരുന്നു, ഒരു ഫ്ലേവർ കിട്ടിയേനെ. കഴിക്കാം. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്ന് 4 മണിക്ക് ഉണ്ടാക്കിയതാ. ചായ ഇല്ല, ചായ ചെയ്യാൻ പോണത് ഈ ഇതിന്റെ വെള്ളം മാറ്റലാണ്. അപ്പൊ ഉള്ളിലത്തെ അക്വേറിയത്തിന്റെ മെയിൻ്റനൻസ്, വെള്ളം മാറ്റൽ, അതിനെയൊക്കെ കാണിക്കാൻ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടല്ല, അത് ചെയ്യാൻ പറഞ്ഞിട്ട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പൊ ഇത് ഞങ്ങൾ 3 ആഴ്ച കൂടുമ്പോഴാണ് വെള്ളം മാറ്റാറ്. ഇപ്പോൾ 4 ആഴ്ച കഴിഞ്ഞ് 5 ആഴ്ച കൂടെ ആവാറായി. ഇന്നൊരു മീനും ചത്തു പൊന്തി. അപ്പൊ പിന്നെ ഇനി വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്തിനാ ഞാൻ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള സാധനം അതിലുണ്ടാ, കാന്താണ് ഇട്ടത്. അപ്പൊ ഇങ്ങനെ ഫിഷ് ടാങ്ക് വീട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവായിരിക്കും. അപ്പൊ ഇതെന്തൊട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ 2 ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് ഇടും, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇതിങ്ങനെ കണ്ട ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഇതിനെന്താ വില വന്ന് നമ്മൾ ഫിഷ് ടാങ്ക് വെച്ചപ്പോ പ്രിൻസ് ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതൊക്കെ. എല്ലാം കൂടി മൊത്തത്തിലാണ് ആളൊരു ബില്ല് തന്നത്. കാരണം ഇതിന്റെ റേറ്റ് ഒന്നും എനിക്ക് അറിയില്ല. ഇതില് ആൽഗൈറ്റർ ഉണ്ട്, പിന്നെ വേറൊരു പൂപ്പായി തിന്നണ വേറൊരു മീനും ഉണ്ട്, അതിന്റെ പേരെന്നിട്ടാണാവോ. അപ്പോ അതുള്ള കാരണം വലിയ ഗ്ലാസ്സിന് വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഈ ആൽഗൈറ്ററിന് ഇടുന്നതിന് മുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും പൊടിയായിട്ട് പൂപ്പലുകൾ ഇങ്ങനെ നിറയെ ഈ വെള്ളത്തില്. ഇപ്പൊ ഇല്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി വെള്ളം വറ്റിക്കണതിന് മുന്നേ നമ്മൾ ഫിൽറ്ററും എയറേഷനും അതൊക്കെ ഓഫ് ആക്കണം. ഫിൽറ്ററാണ് ഇത് കേട്ടോ.
കണ്ട ചെളി, ചെളി. ഇത് പച്ചയും ഇത് വെള്ളയാണ് കേട്ടോ, വെള്ളര കളർ കണ്ട. ഇനി വേണ്ടത് ഇങ്ങനത്തെ ഒരു പൈപ്പാണ്, ഇങ്ങനത്തെ ഒരു ഓസ്, ഗാർഡൻ ഓസ് ഇല്ലേ, അത് വേണം. നമുക്കിവിടെ എല്ലാം കൊണ്ടും സുഖ വർക്ക് ഏരിയയില് ഇന്ന് ഇത് ചെയ്യാൻ പറ്റണ കാരണേ. അപ്പൊ എന്നിട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പിടിച്ച ഇതുമല്ലാണ് ഫിൽറ്റർ ഇരിക്കണ ഗ്ലാസ് ആണ് അത്. ഇത് ഇങ്ങനെ പിടിച്ചിക്കണം, പിടിച്ചോ ജഗ് പിടിച്ചോ, അടിയിൽ നിന്നാ മതി. ഇനി ചേട്ടൻ പോയോ, നമുക്കിവിടെ ഒരു സൗകര്യം എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീന്റെ ടാപ്പാണിത്, വാഷിംഗ് മെഷീനിലേക്കുള്ളത്. അത് അടച്ചിട്ട് ഇതിങ്ങനെ അടച്ചിട്ട് ശരിക്കും ഇതിങ്ങനെ ഞങ്ങൾ കയറ്റി വെക്കാം കേട്ടാ, സുഖമായിട്ട് കയറ്റി വെക്കാൻ പറ്റും. അത് കയറ്റിയിട്ട് ആദ്യം തന്നെ തുറക്കും. അതിൽ നിൽക്കണ എയർ പോയി കഴിഞ്ഞ് വെള്ളം വരണം. എയർ മൊത്തം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ടാപ്പ് ക്ലോസ് ചെയ്യുക. ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒറ്റ അത് സിങ്കിലേക്ക് വെക്കണം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ സിങ്കില് നമ്മൾ ഈ ഫിൽറ്ററിന്റെ ഇത് കൊണ്ടുവച്ചിട്ടില്ല, ഇതിലേക്കാണ് വെക്കുക. എന്താ വെച്ചാൽ മീനുകൾ എല്ലാം ഇവിടെ പോരേ, അങ്ങനെ വെക്കും. ഇങ്ങനെ പിടിച്ചിക്ക, അതിലത്തെ വെള്ളം കഴിയണ വരെ. വെള്ളം അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ഇങ്ങോട്ട് പോരുമല്ലോ, നമുക്കറിയാം. അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വെള്ളം ഇതിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതില് ഒരു ഭാഗം മുക്കി ഒരെണ്ണം ഇതിലേക്ക് വെച്ച് അങ്ങനെ പണി കൂടുതലാ. ഇങ്ങനെ ചെയ്യാൻ ഈസിയാണ്. കുഞ്ഞു മീനുകളായ കാരണം കൊണ്ടേ അച്ഛങ്ങള് പോണത് അറിയില്ല, ഈ പൈപ്പിൽ കൂടെ വലിച്ചു പോരേ. അപ്പൊ എന്തുണ്ടെങ്കിലും ഒരു അരിപ്പയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് നമ്മള് ചെയ്യുക. നന്നായിട്ട് അടിയിലേക്ക് മുട്ടിച്ചു വെച്ചിട്ടുണ്ട് ജഗ്ഗുവാ. വെള്ളം അടിയിലേക്ക് തുടങ്ങിയ മീനുകള് അവരെ ലോകം ചെറുതായി ചുരുങ്ങിയത് അത് കുറച്ച് സ്ഥലമായി. അവര് ഇനി കെടുക്കുമ്പോ നമ്മള് നിർത്തും. ഇനി എനിക്ക് വീണ്ടും ഫിറ്റ് ചെയ്യുന്നു. ഇത് തുറന്നു, അതായിരിക്കും വെള്ളം വന്നു. ചേട്ടൻ പറഞ്ഞതേ വെള്ളം മാറ്റുമ്പോ ഒരിക്കലും ഫുള്ളായിട്ട് മാറ്റരുത്, ഒരു അരപ്പാത്രങ്ങാനും മാറ്റാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് അത് മുഴുവൻ മാറ്റിയിട്ട് പുതിയ വെള്ളം നിറയ്ക്കുമ്പോൾ കുറ്റങ്ങൾക്ക് ആ വെള്ളമായിട്ട് പൊരുത്തപ്പെടാൻ, പിന്നെ ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ മീനുകൾ ചാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് നമ്മള് ഫസ്റ്റ് ഒക്കെ വെള്ളം മാറ്റുമ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഞങ്ങള് ഫുള്ള് മാറ്റി, ഒന്നും സംഭവിക്കാറില്ല. നമ്മുടെ ഹോം ടൂർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതില് ഈ ഫിഷ് ടാങ്ക് കാണുമ്പോ അതില് ഇങ്ങനെയല്ല നമ്മുടെ ഫിഷ് ടാങ്ക് ഇരിക്കണേ, അല്ല ഇങ്ങനെ തന്നെ ഇരിക്കണത്. ഇതിന്റെ ഉള്ളില് മരത്തിന്റെ പീസൊക്കെ ഉള്ളത്. അതെന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി, അതെന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും വെള്ളം ബ്രൗൺ കളറാവും. ഒരു വെള്ളം മാറ്റും, നമ്മൾ വെള്ളത്തിലത്തെ ചെളിയാന്ന് വിചാരിച്ചിട്ട് വെള്ളം മാറ്റും, വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴേക്കാവും. പിന്നെ മനസ്സിലായി ചെളിയല്ല ഇതെന്ന് മനസ്സിലായി. അപ്പൊ ആ മരത്തിന്റെ കറയെന്ന് മനസ്സിലായി. അപ്പൊ ആ ചേട്ടനോട് പറഞ്ഞപ്പോ ആ ചേട്ടൻ വന്ന് അത് മാറ്റി, അത് എടുത്തുകൊണ്ട് പോയിട്ട് ഈ സാധനം കൊണ്ടച്ച. അതിനുശേഷം ഇപ്പൊ ഒരു മാസമൊക്കെ കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റാറുള്ളൂ. നിറഞ്ഞു വെള്ളം. ഫിൽറ്ററിന്റെ ഉള്ളിലത്തെ സ്പോഞ്ച് വേണ്ട, ഈ പരിവായി. സ്പോഞ്ച് ശരിക്കും വേറെ വാങ്ങി വെക്കണം. പച്ച സ്പോഞ്ചിന് വലിയ കുഴപ്പമില്ല. വെള്ള ഈ പരിവായി ഇത് പൊളിക്ക് വെച്ച്. അപ്പൊ വെള്ളം മാറ്റി കഴിഞ്ഞു. ഇപ്പൊ ഒരു പുക പിടിച്ച പോലെയാട്ടോ വെള്ളം ഇരിക്കണേ, അത് കുഴപ്പമില്ല, തിരുമ്പ് ശരിയാവും. ഇതിന്റെ ഉള്ളത്തെ സ്പോഞ്ച് നന്നായി കഴുകിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതില്ലേ ഇതൊരു ശോചനീയമായ ഒരു അവസ്ഥ. അത് ഇങ്ങനെ മടക്കി ചട്ടി തിരിച്ചത് അതേ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കാൻ പോവാ കേട്ടാ. ഞാൻ വെക്കാം നീ ഇവിടെ ഇറക്കാം. ഇനി ഫിൽറ്റർ ഓണാക്കാൻ പോണം. അതിന് വെള്ളം മാറ്റൽ പരിപാടി കഴിഞ്ഞു. കല്ലുപ്പിടണേ, തട്ടി കല്ലുപ്പ് ഇട്ടോളൂ. ഒരു സൈഡിക്ക് മാത്രമല്ല, ഈ ഫിൽറ്റർ ഉള്ളതല്ലേ.
സമയം 8 മണി കേട്ടാ. അപ്പൊ നമ്മളിപ്പോ പോവാണ് പുറത്തേക്ക്. നമ്മളിപ്പോ ഫിഷ് ടാങ്കിലത്തെ വെള്ളമൊക്കെ മാറ്റിയില്ലേ, അതിലേക്ക് കുറച്ച് മീനുകളെ വാങ്ങിക്കാനായിട്ട്. അതിലിപ്പോ കിടക്കുന്ന മീനുകളെ വിഡോ ടെട്ര എന്നാണ് അതിന്റെ പേര്. ഇനി നിയോൺ ടെട്ര എന്ന് പറഞ്ഞിട്ടുള്ള മീനുകളുണ്ട്. അതിനെയാണ് ഞങ്ങൾ ഒരുപാട് ദിവസം പോയി ഇതാ വാങ്ങിക്കാനായിട്ട് കുറച്ച് ദിവസം മുന്നേ. എന്നിട്ട് അപ്പൊ ആ മീൻ കഴിഞ്ഞു, നിയോൺ ടെട്ര കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മള് ഫ്രണ്ടിലത്തെ കുളത്തിലേക്ക് ചെറിയ കോഴിക്കാർപ്പുകളെ വാങ്ങിച്ചു, പിന്നെ സക്കറിനൊക്കെ വാങ്ങിച്ചു കൊണ്ടു കിട്ടും. അവറ്റകളൊക്കെ വലുതായി ഇപ്പോ. അപ്പൊ നമ്മള് ആ ഫിഷ് ടാങ്കിലേക്കല്ല, ആ അക്വേറിയത്തിലേക്കാണ് പോണത്. നമ്മള് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് നിയോൺ ടെട്രനെ വാങ്ങിക്കാൻ വന്നേക്കാട്ടാ. ഈ ഷോപ്പിലേക്ക് നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അന്ന് ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിരിക്കുന്നു. നിയോൺ ടെട്രനെ വാങ്ങിട്ടാ. ഇത്ര അധികം മീനുകൾ ഇവിടെ കണ്ടിട്ട് ഇതാണോ വാങ്ങിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് ഇത് മതി. പിന്നെ എല്ലാത്തിനും അങ്ങനെ ഒരുമിച്ച് ഇടാൻ പറ്റില്ല. ഈ വിഡോ ടെട്രയുടെ കൂടെ ഇടാൻ പറ്റണ ചില ടൈപ്പ് മീനുകളുണ്ട്, അത് മാത്രമേ അതിൻ്റെ കൂടെ ഇടാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ വിഡോ ടെട്ര. കണ്ടാ, നമ്മള് വീട്ടിൽ എത്തി. നിങ്ങൾ ഭയങ്കര പീക്കിരികളായിപ്പോയി. ഇത്രയും പോകുന്നോളൂ. അവിടെ കുറച്ചും കൂടി വലിപ്പാവുമ്പോഴാണ് ഇവറ്റകളെ കാണാനും ഭംഗി ഉണ്ടാവുക. ഇത് എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫിൽറ്ററിന്റെ ഉള്ളിൽ ഇട്ടുള്ള പെടാവോന്ന പേടി.